ഓക്കെ, PK ലേണിങ്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ക്ലാസ്സിൽ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് BNSലെ അടുത്ത ഏരിയയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഭാരതീയ ന്യായ സംഹിതയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയിൽ. അതിൽ നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് മർഡറും, അതായത് കുറ്റകരമായ നരഹത്യയും കൊലപാതകത്തിനും ശേഷം നമ്മൾ അടുത്ത പ്രൊവിഷനിലേക്ക് പോവുകയാണ്. 107ാമത്തെ സെക്ഷനിൽ ഇതാണ് പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടിയെയോ, അതായത് ചൈൽഡോ, അതായത് ഒരു കുട്ടിയെയോ അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയോ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. കുട്ടികളാണെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളല്ല, അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരെ എന്താണ് ചെയ്യുന്നത്, ഈ പറയുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നവർ അതുപോലെ ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് കളയും. അപ്പോൾ മിമിക് ചെയ്യും. അപ്പോൾ ഇവർക്ക് എന്തില്ല, അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളെയോ അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ അബേറ്റ്മെൻറ്റ് ചെയ്യുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ചാലുള്ള ആത്മഹത്യയെ ചെയ്യുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും ഇൻടോക്സിക്കേഷനോ അതൊക്കെ എന്തെങ്കിലും ഇതേപോലെയുള്ള ഇതിലൊക്കെ കൊലപാതകമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് കൊലപാതകമല്ല ചെയ്യുന്നത്, ശരിക്കും ഇവർ പ്രേരിപ്പിക്കുകയാണ്, കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇയാൾ കാണിച്ചു കഴുത്തിൽ ഇങ്ങനെ കുരുക്കിട്ടിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. കൊച്ചുങ്ങൾ അതുപോലെ ചെയ്യും, ഇല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡെത്ത്, അതല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. ഇവിടെ ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, 10 വർഷത്തിൽ എന്താണ് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടൈം നോട്ട് എക്സീഡ്, മാക്സിമം എത്ര വർഷം വരെ പോകും? 10 വർഷം വരെയാണ് ഇതിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ഒന്നുകിൽ ഡെത്ത്, അതല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ്. ഈ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് മാക്സിമം എത്ര വരെ പോകാം? 10 വരെ, പ്ലസ് ഫൈനും ഉണ്ട്. അടുത്തയാണ് എന്താണ്, സൂയിസൈഡിനെ പ്രേരിപ്പിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള പണിഷ്മെൻറ്റ്. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ കണ്ട 107 കുട്ടികളെയോ അൺസൗണ്ടോ ആണെങ്കിൽ 108 വന്നിട്ട് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് ആണ്. എനി പേഴ്സൺ കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ എന്താണ്, ഈ സൂയിസൈഡിനെ പ്രേരിപ്പിച്ചിട്ടാണ് ഇയാളിത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം 10 വർഷം വരെയും പ്ലസ് ഫൈനും ആണ്. 10 ഇയർ പ്ലസ് 10 ആണ്, 10 ഇയർ പ്ലസ് ഫൈനാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അറ്റംപ്റ്റ് ടു മർഡർ. ഓക്കെ, തൊട്ട് മുമ്പേ നമ്മൾ മർഡർ കണ്ടതാണ്, 101 മർഡർ കണ്ടതാണ്. ഇവിടെ കൊലപാതക ശ്രമമാണ്. അപ്പോൾ ഇതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 10 വർഷം വരെയോ അതല്ല എന്നുണ്ടെങ്കിൽ പ്ലസ് ഓൾസോ എന്താണ് 10 ഇയർ പ്ലസ് ഫൈന്. ഇനി ഈ കൊലപാതക ശ്രമമാണ് നടത്തിയത്, പക്ഷെ കൊലപാതകം അവിടെ ആൾ തട്ടിപ്പോയില്ല, പകരം ഹർട്ടാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ, ഹർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹോപദ്രവം ഏൽക്കുന്ന ഹർട്ടാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ, അല്ലെങ്കിൽ ആ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പണിഷ്മെൻറ്റോ ആയിരിക്കും കൊടുക്കുക എന്നുള്ളത്. ഇനി ഈ അറ്റംപ്റ്റുകൾ നടത്തുന്നത് 152 അടുത്ത പ്രൊവിഷൻ പറയുന്നത് ഈ അറ്റംപ്റ്റ് നടത്തുന്നത് കൺവിക്റ്റുകളാണ്, ലൈഫ് കൺവിക്റ്റ്, ജീവപര്യന്തം തടവിനൊക്കെ ശിക്ഷിക്കപ്പെട്ട ആൾക്കാരാണ് കൊലപാതക ശ്രമം നടത്തുകയോ കൊലപാതക ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റാർക്കെങ്കിലും ഹർട്ട് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇംപ്രിസൺമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒഫൻഡറിൻ്റെ ശിഷ്ടകാലം എന്താണ്, സ്വമേധയുള്ള ശിഷ്ടകാലം, നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്ന ജയിലിൽ തന്നെ ആയിരിക്കും. ഇനി തൻ്റെ ഇവിടെ ഒരു ഉദ്ദേശമുണ്ട്, എ എന്ന് പറയുന്ന ഒരാൾ ഇസഡിനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വെടിവെച്ചത്. അപ്പോൾ ഇവിടെ സാഹചര്യം എന്ന് പറയുന്ന കഴിഞ്ഞാൽ എന്താണ്, ഇഫ് ഡെത്ത് ഈസ് എൻഷ്യൂർഡ്, അപ്പം കൊല്ലുക എന്ന ഉദ്ദേശത്തിൽ വെടിവെക്കുകയും കൊലപാതകം നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് മർഡറിന് എന്താണ്, ഗിൽട്ടിയാണ്. ഏത് ഈസ് ലൈബിൾ ടു പണിഷ്മെൻറ്റ്. അപ്പോൾ ഇതെന്താണ് അനുസരിച്ച് അപ്പോൾ എന്താണ്, ഇത് കൊലപാതകത്തിനുള്ള ആ ശിക്ഷ തന്നെ കിട്ടുകയും ചെയ്യും. അടുത്തതാണ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ്. ഓരോന്നായിട്ട് ശ്രദ്ധിച്ചോണം. കൾപ്പബിൾ ഹോമിസൈഡ് കഴിഞ്ഞു, മർഡർ കഴിഞ്ഞു, ഇതിൻ്റെ എല്ലാ അറ്റംപ്റ്റുകൾ വരുന്നുണ്ട്. ശ്രമമായി നടക്കുന്നുള്ളൂ. ഇത് തന്നെ എന്താണ്, കൊലപാതകം ചെയ്യാൻ ചെന്നു, പക്ഷെ കൊലപാതകം നടക്കണമെന്നില്ല. കൾപ്പബിൾ ഹോമിസൈഡിനുള്ള ശ്രമമേ നടത്തിയുള്ളൂ, കൾപ്പബിൾ ഹോമിസൈഡ് ആകണമെന്നില്ല. അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 3 ഇയേഴ്സോ അതല്ല എന്നുണ്ടെങ്കിൽ ഫൈനോ, അതല്ലെങ്കിൽ ഒരുമിച്ചോ, ഒന്നുകിൽ 3 ഇയർ അല്ലെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ 3 ഇയർ പ്ലസ് ഫൈൻ ഒരുമിച്ച് കൊടുക്കും. ഈ കൾപ്പബിൾ ഹോമിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഹർട്ടാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 7 വർഷം വരെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഫൈനോ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു ഇലിസ്ട്രേഷൻ പറയുന്നുണ്ട്. എ എന്ന് പറയുന്ന ഒരാളാണ് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിലാണ് പിസ്റ്റൾ എടുത്ത് ഇസഡിനെ വെടിവെക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ്, ഓക്കെ
വെടിവെച്ചു ആള് തട്ടിപ്പോയെങ്കിൽ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. കാരണം ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നുണ്ട് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. അത് മർഡർ അല്ലാതെയുള്ള കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. എ ഹാസ് കമ്മിറ്റഡ് ഒഫൻസ്. അപ്പോൾ ഇത് പ്രകാരമുള്ള അപ്പോൾ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് ആണ് ചെയ്തിരിക്കുന്നത്, അതിനുള്ള ശിക്ഷയായിരിക്കും കിട്ടുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പ്രൊവിഷനാണ് BNS വന്നപ്പോഴത്തേക്കും അതിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ് എന്താണ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഓർഗനൈസ്ഡ് ക്രൈമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂയിങ് അൺലാഫുൾ ആക്ടിവിറ്റികളാണ്. അത് ഓർത്തിരിക്കുക, തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും അൺലാഫുൾ ആണ്, ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആക്ടിവിറ്റികളാണ്. ഇൻക്ലൂഡിങ് കിഡ്നാപ്പിംഗ് വരാം, റോബറി, വെഹിക്കിൾ തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, ലാൻഡ് ഗ്രാബിംഗ്, കോൺട്രാക്ട് കില്ലിംഗ്, എക്കണോമിക് ഒഫൻസുകൾ, സൈബർ ക്രൈമുകൾ, ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺസ്, മനുഷ്യക്കടത്തുകൾ, അതുപോലെ തന്നെ ഡ്രഗ്സ്, വെപ്പൺസ്, ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺസ് ആകാം, ട്രാഫിക്കിംഗ് ഓഫ് ഡ്രഗ്സ് ആകാം, ട്രാഫിക്കിംഗ് ഓഫ് വെപ്പൺസ് ആകാം. ഇതൊക്കെ കടത്ത്. അല്ലെങ്കിൽ ഇല്ലിസിറ്റ് ഗുഡ്സുകളോ സർവീസുകളോ എന്താണ് ട്രാഫിക്ക് ചെയ്യുന്നതായിരിക്കാം, കടത്തുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരിക്കാം, മനുഷ്യക്കടത്തായിരിക്കാം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ റാൻസം, മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ളതോ, ബൈ എനി പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആൾക്കാരോ എന്താണ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആകുമ്പോഴത്തേക്കും ആക്ടിങ് ഇൻ കൺസേർട്ട് ആണ്, എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഇത് നടത്തുന്നത്. അല്ലെങ്കിൽ സിംഗ്ലി ഓർ ജോയിൻറ്റ്ലി, 5 പേര് ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതിനകത്ത് ഇറങ്ങിക്കളിക്കണമെന്നില്ല, ഒരുത്തൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചാലും മതി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ആരാണെന്ന് പറയും? ഓർഗനൈസ്ഡ് ക്രൈം മെമ്പർമാരാണ്. അപ്പോൾ ഈ പറയുന്ന ഓർഗനൈസ്ഡ് ക്രൈം മെമ്പർമാർ അത്രയും ആ ഗ്രൂപ്പിനെ നമ്മളിപ്പം ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയും. അപ്പോൾ വയലൻസോ ത്രെട്ട് ഓഫ് വയലൻസോ, അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഫോഴ്സ് ഉപയോഗിച്ചോ ഭീഷണിപ്പെടുത്തുകയോ വയലൻസ് കാണിച്ചോ ഒക്കെ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് എന്തെന്ന് വിളിക്കുന്നത്, ഈ തരത്തിലുള്ള വരുന്നതാണ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്നവന്മാരില്ലേ, അപ്പോൾ ഈ ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഡെത്തോ അതല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ ആയിരിക്കും, പ്ലസ് ഫൈനും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 lakh rupees കുറയാത്ത തരത്തിലുള്ളതായിരിക്കും. 1 lakh കുറയില്ല, കൂടുകയേ ഉള്ളൂ. അപ്പോൾ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമായിട്ട്, ഓർഗനൈസ്ഡ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് നടന്നു? ഒരു മരണം, ഒരു കൊലപാതകം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് ഒന്നുകിൽ ഈ ഒഫൻഡർമാർക്ക് ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. പണിഷ്മെൻറ്റ് ഫൈൻ എന്ന് പറയുന്നത് 1 lakh വരെ പോകാം. മറ്റ് കേസുകളിൽ എന്താണ്? അപ്പോൾ കൊലപാതകം നടന്നില്ല, ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഹർട്ടോ അങ്ങനെയുള്ള കൊലപാതകം നടക്കാതെയുള്ള മറ്റ് കേസുകളിൽ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് 5 വർഷത്തിൽ കൂടി എന്താണ് 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അത് ലൈഫ് വരെ പോകാവുന്നതും പ്ലസ് ഫൈൻ ആയിരിക്കും. ഫൈൻ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരെ കിട്ടാവുന്ന തരത്തിലുള്ള എന്താണ് ഫൈനും ആയിരിക്കും. അപ്പം മറ്റ് കേസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ കൊലപാതകം നടന്നു, കൊലപാതകം അല്ലാതെയുള്ള മറ്റ് കേസുകൾ ഹർട്ട് വരാം, ഗ്രീവിയസ് ഹർട്ട് വരാം, അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. ഇനി ഏതെങ്കിലും വ്യക്തികൾ അബറ്റ് ചെയ്യുന്നു, അറ്റംപ്റ്റ്, കോൺസ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന് വേണ്ടിയിട്ടുള്ള എന്താണ് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റികളും ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്താണ് ഈ പറയുന്ന ക്രൈമുകൾക്ക് വേണ്ടി പ്രിപ്പറേറ്ററി ആയിട്ട് അതിനെ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 5 കുറയാത്തതും എന്നാൽ ലൈഫ് വരെ പോകാവുന്നതും ഫൈൻ എന്ന് പറയുന്നത് 5 lakh rupees വരെ കിട്ടാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ പോർഷനകത്ത് എന്താ പറയുന്നത്? ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അബേറ്റ് ചെയ്യുന്നു, നടത്തുന്നു, ഇതിനെ പ്രേരിപ്പിക്കുന്നു, അറിഞ്ഞുകൊണ്ട് ഇത് എന്താണ് ഗൂഢാലോചന നടത്തുന്നു, അറിഞ്ഞുകൊണ്ട് ഇതിനാവശ്യമായ ഇപ്പം 5 അവിടെ നിന്ന് ചേർന്ന് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുമ്പോൾ അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്താലും കുറ്റമാണ്. അപ്പോൾ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 5 കുറയാത്തതും എന്നാൽ ലൈഫ് വരെ പോകാവുന്നതും അതിനോടൊപ്പം ഫൈൻ പിഴത്തുക എന്ന് പറയുന്ന 5 ലക്ഷം വരെ കിട്ടാവുന്നതുമാണ്. ഇനി ഓർഗനൈസ്ഡ് ക്രൈമിലെ മെമ്പർമാരാണ് എന്നുണ്ടെങ്കിൽ ഹു ഈസ് എ മെമ്പർ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വിച്ച് 5 കുറയാത്തതും ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് വരെ പോകാവുന്നതും അതുപോലെ തന്നെ ഫൈൻ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ. ഇതിൻ്റെ മെമ്പർമാരായിട്ടിരുന്നാലും മതി. ഒരു ക്രൈം നടന്നു, ആ ക്രൈമിൽപ്പെട്ട എല്ലാവരെയും പിടിക്കും. അപ്പോൾ മെമ്പർമാർ ഇപ്പം ഞാൻ തന്നെ നമ്മൾ 5 പേരുണ്ടെങ്കിൽ 5-ൽ ഒരാൾ ഇറങ്ങി കളിച്ചു, ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുകയായിരുന്നു, എന്നാൽ പോലും നമ്മളും ഇതിൻ്റെ ഭാഗമാണ്, പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ്.
അടുത്തതാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഇൻറ്റൻഷനലി എന്താണ് ഒളിപ്പിച്ച് വെക്കണം, ഹാർബർ ചെയ്യുന്നു, കൺസീൽ ചെയ്യുന്നു, ഒളിപ്പിച്ച് വെക്കുന്നു. എന്താണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം നടന്നതിന് ശേഷം ഈ ക്രൈമിലുള്ള മെമ്പർമാരെയൊക്കെ അഭയം കൊടുക്കുന്നു, ഇവന്മാരെയൊക്കെ ഒളിപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പണിഷ്മെൻറ്റ് 3-ൽ കുറയാത്തതും ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് വരെ പോകാവുന്നതും ഫൈൻ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയിൽ കുറയാത്ത ഫൈനും കിട്ടാവുന്നതാണ്. അത് മാത്രമല്ല ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്പൗസുകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ ഏത് കേസ് ആയിക്കോട്ടെ, ഇവിടെ ഇനിയിപ്പം ഓർഗനൈസ്ഡ് ക്രൈം ആണെങ്കിലും അല്ലാത്ത ക്രൈം ആണെങ്കിലും ഹസ്ബൻഡിന് വൈഫിനെയും വൈഫിന് ഹസ്ബൻഡിനെയും ഹാർബർ ചെയ്യാം, ഒളിപ്പിച്ചൊക്കെ വെക്കാം, ഓക്കെ, അഭയം കൊടുക്കാം, മിണ്ടാതെ ഇരിക്കാം, എന്താണ് ഇന്ന കുറ്റകൃത്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ തൊട്ട് മുമ്പേ കണ്ട പ്രൊവിഷൻ ഒളിപ്പിച്ച് വെക്കുന്നതിനുള്ള ശിക്ഷയൊന്നും ഇവിടെ കിട്ടുകയില്ല. ഓക്കെ, അത് സ്പെഷ്യൽ കേസാണ്. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു വ്യക്തി ഈ പറയുന്ന ഓർഗനൈസ്ഡ് ക്രൈം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ക്രൈം എല്ലാം നടത്തി അവിടുന്ന് കിട്ടിയ വസ്തുവകകൾ അല്ലെങ്കിൽ എന്താണ് ഈ പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറൈവ് ചെയ്യുന്നു, ഒബ്റ്റെയിൻ ചെയ്യുന്നു. എന്താണ് ഓർഗനൈസ്ഡ് ക്രൈം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നുള്ള ഈ എന്താണ് പ്രോപ്പർട്ടികളൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി, ഒളിപ്പിച്ച് വെച്ചാൽ മതി. അതിനുള്ള പനിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3-ൽ കുറയാത്തതും ഈ ലൈഫ് വരെ പോകാവുന്നതും ഫൈൻ എന്ന് പറയുന്നത് 2 ലക്ഷം വരെ കിട്ടാവുന്നതും ആണ്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടിയിട്ട് ഈ എന്താണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അവർക്ക് വേണ്ടി മൂവബിളോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആ ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വസ്തുവകകളെയൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണ്. അവിടെ സൂക്ഷിച്ച് വെക്കും, നമ്മൾക്ക് വേണ്ടിയിട്ടും അല്ല, ആ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 3-ൽ കുറയാത്തതും 10 വരെ പോകാവുന്നതും പ്ലസ് 1 ലക്ഷം രൂപ. അപ്പോൾ 3-ൽ കുറയാതെ 10 വരെ പോകുന്നത് പ്ലസ് എത്രയാണ് 1 lakh rupees കൂടിയാണ് ഇതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമുകൾ. അടുത്ത 112-ലാണ് പറയുന്നത് എന്താണ് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമുകൾ. അപ്പം ഏതൊരാളും ഹൂവർ എന്ന് പറയുന്നത് എനി മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്യാങ്, അപ്പോൾ ഒരുമിച്ച് ഒറ്റയ്ക്കോ ജോയിൻ്റ് ആയിട്ടോ എന്താണ് തെഫ്റ്റ്, സ്നാച്ചിങ്, പിടിച്ചുപറി, ചീറ്റിംഗ്, അൺഓതറൈസ്ഡ് സെല്ലിംഗ് ഓഫ് ടിക്കറ്റ്, എന്താണ് ഈ കരിഞ്ചന്തയിൽ കള്ള ടിക്കറ്റുകളൊക്കെ വിൽക്കുക എന്ന് പറയത്തില്ലേ, അൺഓതറൈസ്ഡ് ബെറ്റിങ്ങുകൾ, ഗാംബ്ലിങ്ങുകൾ, സെല്ലിംഗ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വിൽക്കുന്നത്, അതുപോലെ തന്നെ ഈ തരത്തിലുള്ള സിമിലർ ആക്ടിവിറ്റികൾ ചെയ്യുന്ന കള്ളന്മാരെയാണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഗ്യാങ് ആണ്. ആദ്യമേ പറയുന്നുണ്ട് ഇതൊരു ഗ്യാങ് ആണ്. ഈ പോക്കറ്റ് അടി, മോഷണം, അതേപോലെ തന്നെ മാല പിടിച്ച് പറിക്കൽ, പൊട്ടിച്ചോണ്ട് ഓടൽ, ഇതൊക്കെ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതെന്ന് ആയിരിക്കത്തില്ല, ആ ഗ്രൂപ്പ് തന്നെ ചെയ്യുന്നതായിരിക്കും. അതെന്താണ്, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമാണ്. പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമിനകത്ത് ഇവിടെ തെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രിക്ക് തെഫ്റ്റ്, വെഹിക്കിളിൽ നിന്നുള്ളത്, ഡെല്ലിംഗ് ഹൗസുകൾ, ആൾതാമസമുള്ള വീടിൽ നിന്നുള്ള മോഷണങ്ങൾ, ബിസിനസ് പ്രിമൈസുകളിൽ നിന്നുള്ള മോഷണങ്ങൾ, കാർഗോകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്, പിക്ക് പോക്കറ്റിങ്ങുകൾ, തെഫ്റ്റ് എന്ന് പറയുന്നത് കാർഡ് സ്കിമ്മിങ്, അതുവഴിയൊക്കെയുള്ള ഷോപ്പ് ലിഫ്റ്റിംഗ്, കടയൊക്കെ കുത്തിപ്പൊളിച്ചൊക്കെ തുടങ്ങുന്ന ATM മെഷീനിൽ നിന്നുള്ളത്, അതെല്ലാം നമ്മൾ ഇതായിട്ട് തന്നെ തെഫ്റ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അതും പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയും. ഇനി പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്നവന്മാർക്ക് നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണ്ടേ. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 1-ൽ കുറയാത്തതും 7 വരെ പോകാവുന്നതും പ്ലസ് ഫൈനും കൂടി കിട്ടുന്നതാണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ടെററിസ്റ്റ് ആക്ട്. ഈ ഒരു വാക്ക് നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് കേട്ടതാണ്. ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു വ്യക്തി ഇതുവരെ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഈ പീനൽ കോഡുകളിനകത്തോ അതല്ലെങ്കിൽ ഈ മറ്റ് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ്. അപ്പോൾ BNS-ലാണ് പുതുതായിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഏതൊരു ആര് വേണമെങ്കിലാകാം, അവരൊരു പ്രവൃത്തി ചെയ്യുകയാണ്. ഇൻ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രട്ടൺ ചെയ്യുക എന്നുള്ളത്, ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടോ എന്തിനെഗെയിൻസ്റ്റ് ആയിട്ടാണ് ഭീഷണി നടത്തുന്നത്, രാജ്യത്തിൻ്റെ യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, സോവറിനിറ്റി, സെക്യൂരിറ്റി, അതുമാത്രമല്ല എക്കണോമിക് സെക്യൂരിറ്റി, ഇതെല്ലാം എന്താണ് ഭീതി ജനിപ്പിച്ചുകൊണ്ട്, ടെറർ വിതച്ചുകൊണ്ട്, എന്താണ് ഇൻറ്റൻറ്റ് ടു സ്ട്രൈക്ക് ടെറർ അല്ലെങ്കിൽ ലൈക്ലി ടു സ്ട്രൈക്ക് ടെറർ ഇൻ ദ പീപ്പിൾ ഓർ എനി സെക്ഷൻ ഓഫ് അത് ഇത്രയും
ഇത് ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം ആൾക്കാരിലോ ഭീതി ജനിപ്പിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻറ്റഗ്രിറ്റി, സോവറിനിറ്റി, സെക്യൂരിറ്റി, എക്കണോമിക് സെക്യൂരിറ്റി ഇതൊക്കെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാലും ഓക്കെ, അല്ലെങ്കിൽ എനി സെക്ഷൻ ഓഫ് ദ പീപ്പിൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാലും അത് നമ്മൾ എന്താണ് പറയുന്നത്, ടെററിസ്റ്റ് ആക്ട് ആണ്. അപ്പോൾ ഈ ടെററിസ്റ്റ് ആക്ട്, ഈ ടെറർ എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ബോംബുകളാകാം, ഡൈനാമൈറ്റ്, മറ്റ് എക്സ്പ്ലോസീവ്, അപ്പോൾ എക്സ്പ്ലോസീവ്സ് ആയിട്ടുള്ള സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ടെറർ ആകാം. അതല്ലെങ്കിൽ ഇൻഫ്ലെയിമബിൾ സബ്സ്റ്റൻസുകൾ, ഫയർ ആമുകൾ, ലെതൽ വെപ്പൺസ്, പോയിസണസ് അല്ലെങ്കിൽ നോക്ഷ്യസ് ഗ്യാസുകൾ, കെമിക്കൽസുകൾ, അതേപോലെ തന്നെ എന്താണ് ബയോളജിക്കലോ റേഡിയോ ആക്റ്റീവോ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ നമ്മൾ കേട്ടില്ലേ ഈ അടുത്തിടയ്ക്ക്. അപ്പോൾ അതൊക്കെ അതൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാം, ആ രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഹസാഡസ് നേച്ചറായിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം കുറേ കൂടി ഭീകരമായിട്ടുള്ള ഹസാഡസ് ആയിട്ട് വരുന്ന നേച്ചറാണ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം ലൈക്ലി ടു കോസ്. അപ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ എക്സ്പ്ലോസീവുകളോ ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസോ അല്ലെങ്കിൽ ബയോളജിക്കലി റേഡിയോ ആക്റ്റീവ്ലി അതല്ലെങ്കിൽ ന്യൂക്ലിയർ ആയിട്ടൊക്കെ ഹസാഡസ് ആയിട്ടുള്ള ഈ വസ്തുക്കൾ എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഡെത്ത് അല്ലെങ്കിൽ ഇഞ്ചുറി ടു എനി പേഴ്സൺ ഓർ പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊലപാതകം ചെയ്യുകയോ ഒന്നിലധികം കൂടുതലേ കൊലപാതകം ചെയ്യുകയോ, ഡെത്ത് ഓഫ് ഇഞ്ചുറി, അപ്പം ഡെത്ത് ആകാം ഇഞ്ചുറി ആകാം. അപ്പം തൊട്ട് മുകളിൽ പറഞ്ഞ വകകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ ഉദ്ദേശത്തോടു കൂടി ചെയ്താലും അവർക്ക് ഇഞ്ചുറി കൊടുത്താലും, അതല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഡാമേജ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, നമ്മുടെ വസ്തുവകൾ നാശനഷ്ടം ഉണ്ടാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താലും, അതല്ലാന്നുണ്ടെങ്കിൽ സർവീസുകൾ എസെൻഷ്യലായിട്ട് ലൈഫിന് എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ടു ദ ലൈഫ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ഓർ എനി ഫോറിൻ കൺട്രി എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ സർവീസുകൾക്കൊക്കെ വരുത്തുക എന്നുള്ളതാണ്. സപ്ലൈകളൊക്കെ പെട്ടെന്ന് മെഡിസിൻസ് നിർത്തുന്നു, ഇല്ലെങ്കിൽ അതിനൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ഓക്സിജൻ സപ്ലൈ ഇല്ലെങ്കിൽ ആ തരത്തിലുള്ള സപ്ലൈകളൊക്കെ സർവീസുകൾക്കൊക്കെ എന്തുണ്ടാക്കുന്നു, തടസ്സം സൃഷ്ടിക്കുന്നു. ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററി അതായത് എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് എന്ത് വരുത്തുന്നു, ഈ നാശനഷ്ടങ്ങളുണ്ട്. അതെങ്ങനെയാണ് എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്? സ്മഗ്ലിങ്ങിലൂടെ, കൗണ്ടർ ഫീറ്റ് ഇന്ത്യൻ കോയിൻസ്, പേപ്പർ കറൻസികൾ വിതരണം ചെയ്യുന്നതിലൂടെ. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോ ഫോറിൻ കൺട്രിയിലോ ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രോപ്പർട്ടികൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പേരിലുള്ളതോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പേരിലുള്ളതോ ആയിക്കൊള്ളട്ടെ. ഇനി അത് മറ്റേതെങ്കിലും രീതിയിൽ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുകയോ അത് കാണിക്കുകയോ പബ്ലിക് ഫങ്ഷണറികളെ, അതായത് നമ്മുടെ പബ്ലിക് പബ്ലിക്കുകളെ എന്ത് ചെയ്യാണ്, പേടിപ്പെടുത്തുകയൊക്കെ ചെയ്താലും ആദ്യം പറഞ്ഞ ഉദ്ദേശമാണെങ്കിൽ അതെന്താണ്, ടെററിസ്റ്റ് ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി അത് മാത്രമല്ല, ഡീറ്റെയിൻ ചെയ്യാം, കിഡ്നാപ്പ് ചെയ്യുന്നു, അബ്ഡക്റ്റ് ചെയ്യുന്നു, അപ്പം ഒരാളെ തടഞ്ഞു വെക്കാം, തട്ടിക്കൊണ്ടുപോകുന്നു, അപ്പം ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്നോ ഇഞ്ചുറി കൊടുക്കുമെന്നോ ഭീഷണിപ്പെടുത്തുന്നു. അതായത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഗവൺമെൻറ്റിനെ കമ്പൽ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കമ്പൽ ചെയ്യാനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് എ ഫോറിൻ കൺട്രി ഓർ ആൻ ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ടെററിസ്റ്റ് ആക്ട് കമ്മിറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഭീകരന്മാരെ വിട്ടുതരാൻ വേണ്ടി ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ബോംബ് വയ്ക്കുമെന്ന് പറയുന്നു. അപ്പം ഈ തരത്തിലൊക്കെ എന്ത് ചെയ്യാണ്, ഫോഴ്സ് ചെയ്യുന്നതും ടെററിസ്റ്റ് ആക്ടിൻ്റെ ഭാഗമാണ്. പണിഷ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ടെററിസ്റ്റ് ആക്ട് അബറ്റ് ചെയ്യുന്നു, അറ്റംപ്റ്റ് കോൺസ്പയറിംഗ് ടു കമ്മിറ്റ് ടെററിസ്റ്റ് ആക്ടിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 year ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് പ്ലസ് ഫൈൻ ആയിരിക്കും. ഇത് ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടെററിസ്റ്റ് ആക്ടുകൾ നടത്താൻ വേണ്ടിയിട്ട് ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്നു, ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റ് 5 വർഷവും ഇംപ്രിസൺമെൻറ്റ് ഒന്നുകിൽ 5ൽ കുറയാത്തതും ഇംപ്രിസൺമെൻറ്റ് വരെ പോകുന്നതും പ്ലസ് ഫൈനുമായിരിക്കും. ഒരു ഓർഗനൈസേഷനകത്ത്, അതായത് ഈ ടെററിസ്റ്റ് ആക്ടുമായി ബന്ധപ്പെട്ട്, അപ്പോൾ
ഒരു ഓർഗനൈസേഷൻ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ നടത്തുന്ന ഒരു ഓർഗനൈസേഷനിലെ മെമ്പറായിരുന്നാൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് പ്ലസ് ഫൈൻ ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഇനി ഈ തരത്തിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തിയ അവന്മാരെയൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ 3-ൽ കുറയാത്തത് ഇംപ്രിസൺമെൻറ്റ് വരെ പോകുന്നതും ഫൈനുമായിരിക്കും. അറിഞ്ഞുകൊണ്ട് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ നിന്നും കിട്ടിയ പ്രോപ്പർട്ടികൾ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് പ്ലസ് ഫൈൻ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും പറഞ്ഞത് തൊട്ട് മുമ്പേ നമ്മൾ കണ്ട പ്രൊവിഷൻ എല്ലാം ഏതായിരുന്നു? അത് ടെററിസ്റ്റ് ആക്ട് എന്താണ്, അപ്പോൾ ടെററിസ്റ്റ് ആക്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണിഷ്മെൻറ്റുകളുമാണ്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ടെററിസ്റ്റ് ആക്ട് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ഹെർട്ട് എന്നുള്ളതാണ്. സെക്ഷൻ 114 ഹെർട്ട് ബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ അടുത്ത ഒരു ഏരിയ ആണ് ഹെർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹെർട്ട് എന്ന് പറയുന്നത് എന്താണ്? ശാരീരികമായിട്ടൊരു ചെറിയ മുറിവോ ചതവോ, അപ്പോൾ ഒന്നുകിൽ അത് ബോഡിക്ക് ഉണ്ടാകുന്ന പെയിൻ ആകാം, ഒരു അസുഖം ഉണ്ടാക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു ക്ഷമതയില്ലായ്മ, ബോഡിലി ഇൻഫേമിറ്റി. അപ്പോൾ എന്താണ് ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെ ശക്തിയെ പിടിച്ചൊന്ന് തള്ളുന്നു, ഒരു ചെറിയൊരു മുറിവുണ്ടാക്കുന്നു, അതൊക്കെ ചെറുതാണ്. അപ്പോൾ അതൊക്കെ ഹെർട്ടെന്ന് ഉള്ളതിനകത്ത് വരുന്നു. ഇനി ഹെർട്ടുണ്ട്, അതിനകത്ത് വോളണ്ടറിലി സ്വമേധയ ഉണ്ടാക്കുന്ന ഹെർട്ട്, വോളണ്ടറിലി കോസിങ് ഹെർട്ട്. ഈ വോളണ്ടറിലി കോസിങ് ഹെർട്ടിനകത്ത് whoever does any act with the intention there, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി സ്വമേധയ മറ്റൊരാൾക്ക് ക്ഷതി ഉണ്ടാക്കണം, ഈ ഹെർട്ട് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുകയാണെങ്കിൽ ആ അറിവോടുകൂടിയാണ് ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് ഹെർട്ട് ഉണ്ടാക്കും എങ്കിൽ അവിടെ നമ്മൾ പറയുന്നു അതിനെ വോളണ്ടറി കോസിങ് ഹെർട്ട് എന്ന് പറയും. അപ്പം വോളണ്ടറിലി കോസിങ് ഹെർട്ടാണ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രിസൺമെൻ്റ് ആണ്. ആ ഇംപ്രിസൺമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ഇയറിൽ വരെ കിട്ടാവുന്നതും 1 ഇയറും, അതുപോലെ തന്നെ ഫൈൻ എന്ന് പറയുന്നത് 10,000 റുപ്പീസോ അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടോ ആയിരിക്കും. എന്ത് പറയുന്നത്? പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെയാണ്? വോളണ്ടറിലി കോസിങ് ഹെർട്ടാണ്. അടുത്തയാണ് ഗ്രീവിയസ് ഹെർട്ട്. സെക്ഷൻ 116 നമ്മൾ പഠിക്കുന്നത് എന്താണ് ഗ്രീവിയസ് ഹെർട്ട് എന്നുള്ളത്. ഇനി ഗ്രീവിയസ് ഹെർട്ട് പറയുമ്പോൾ ഗ്രീവിയസ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇമാസ്കുലേഷൻ, പെർമനൻ്റ് പ്രൈവേഷൻ ഓഫ് ദി സൈറ്റ് ഓഫ് എയ്തർ ഐ, പെർമനൻ്റ് പ്രൈവേഷൻ ഓഫ് ദ ഹിയറിംഗ് ഓഫ് എയ്തർ ഇയർ, പ്രൈവേഷൻ ഓഫ് എനി മെമ്പർ ഓർ ജോയിൻറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് പെർമനൻ്റ് ഇമ്പയറിംഗ് ഓഫ് ദ പവേഴ്സ് ഓഫ് മെമ്പർ ഓർ ജോയിൻറ്റ്, പെർമനൻ്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ദ ഹെഡ്, ഫേസ്, ഫ്രാക്ചർ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ഓഫ് ബോണ്, ടൂത്ത്, അല്ലെങ്കിൽ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ ഹെർട്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു പെയിൻ എന്ന് പറയുന്നത് സിവിയർ ബോഡിലി പെയിൻ ഒരു 15 ദിവസം വരെ നീണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിനെ ഗ്രീവിയസ് ഹെർട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീവിയസ് ഹെർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാസ്കുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റി കുറയ്ക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ഇമാസ്കുലേഷൻ നടത്തുക, ഏതെങ്കിലും 2 കണ്ണിൽ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി ഇല്ലാതാക്കുക, 2 ചെവിയിൽ ഒന്നിൻ്റെ കേൾവി ശക്തി ഇല്ലാതാക്കുക, കാലും കൈയും ഒക്കെ അടിച്ചൊടിക്കുക. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെമ്പറുകൾ, ജോയിൻറ്റുകൾ, നമ്മുടെ കാലുകൾ, കൈകൾ, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസ്ട്രക്റ്റ് ചെയ്യുക, അടിച്ചൊടിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെ. അതല്ല ഹെഡിനോ തലയ്ക്കോ മുഖത്തിനോ ഒക്കെ പെർമനൻ്റ് ആയിട്ട് ഡിസ്ഫിഗറേഷൻ, ഇടിച്ച് ഞാണിക്ക് കളഞ്ഞ് ഇത് നൂരത്തേ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസ്ഫിഗർ, നമ്മുടെ ഈ നോർമൽ ഫേസ് മാറി ഡിസ്ഫിഗർ. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി കഴിഞ്ഞു, അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറാം, ഈ ഫേസൊക്കെ കംപ്ലീറ്റ് മാറാം, തിരിച്ച് വരാത്ത രീതിയിൽ മാറാം. ആ രീതിയിൽ ഒരാളങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഗ്രീവിയസ് ഹെർട്ട് എന്ന് വിളിക്കുന്നത്. പല്ല്, ടൂത്ത്, ഇതെല്ലാം ഡിസ്ലൊക്കേഷൻ സംഭവിക്കുകയാണ്, പിന്നീട് അത് പൂർവ്വസ്ഥിതിയിലാകാത്ത പക്ഷം, അല്ലെങ്കിൽ നോർമൽ കേസിൽ അത് ഹെർട്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ബോഡിലി പെയിൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 15 ഡേയ്സ് വരെ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഗ്രീവിയസ് ഹെർട്ടാണ്. ഇനി ഈ ഗ്രീവിയസ് ഹെർട്ട് എന്ന് പറയുന്നത് തന്നെ വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹെർട്ട് ഉണ്ട്. അപ്പോൾ ഈ തൊട്ട് മുമ്പേ പറഞ്ഞ ഇതേ കാര്യങ്ങളൊക്കെ ഒരാൾ സ്വമേധയെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇൻറ്റൻഷനോട് കൂടി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹെർട്ട് ആവുന്നു. ഇനി
ഈ ഗ്രീവിയസ് ഹർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രീവിയസ് ഹർട്ടിനകത്ത് അവിടെ ഒരു ഇൻറ്റൻഷനോ നോളജോ ഒക്കെ ഉണ്ടായിരിക്കണം, ഗ്രീവിയസ് ഹർട്ടാണ് എന്ന് പറയുന്നത്. എന്നാൽ വോളണ്ടറിലി കോസ് ഗ്രീവിയസ് ഹർട്ടിനകത്ത് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി കോസസ് ഗ്രീവിയസ് ഹർട്ട് ഓഫ് അനദർ കൈൻഡ് എന്നുള്ളതാണ്. അറിവോടുകൂടി ഒരുത്തൻ്റെ പല്ലിടിച്ച് നിലത്തിടണം എന്നുള്ള അറിവോടുകൂടി അങ്ങനെ തന്നെ ചെയ്യുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള ഗ്രീവിയസ് ഹർട്ടാണ് എന്നുള്ളതാണ്. വേണ്ടേ, എ എന്ന് പറയുന്ന ഒരാൾ ഒരു ഉദാഹരണമാണ്. എന്താണ്, പെർമനൻ്റ് ആയിട്ട് ഇസഡിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ഡിസ്ഫിഗർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇസഡിനൊരു അടി കൊടുക്കുന്നു. ഓക്കെ, എന്നാൽ ആ അടി കൊണ്ടെങ്കിലും ഇസഡിൻ്റെ ഫേസ് പെർമനൻ്റ് ഡിസ്ഫിഗറേഷൻ സംഭവിച്ചില്ല. പക്ഷേ ഇസഡ് ഏകദേശം ഒരു 10-15 ദിവസം, 10-15 അല്ല, ഓൾമോസ്റ്റ് 15 ഡേയ്സ് ആ പെയിൻ അയാൾ സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടന്നു, ഗ്രീവിയസ് ഹർട്ടാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസൺമെൻ്റ് ആണ്. 7 years പ്ലസ് ഫൈനാണ് അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രീവിയസ് ഹർട്ട് കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഹർട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹർട്ട് ടു ദ പേഴ്സൺ, ഈ ഹർട്ട് മൂലം പെർസിസ്റ്റൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്കോ ഡിസബിലിറ്റിയോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ റിഗ്രസ് ഇംപ്രിസൺമെൻ്റ് ആണ്. അത് 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അത് ഇംപ്രിസൺമെൻറ്റ് വരെ പോകാവുന്നതും, ഇംപ്രിസൺമെൻറ്റ് ഫോർ ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ കിടക്കാവുന്നതും ആകുന്നത്. അതായത് എന്താണ്, നമ്മളൊരാളെ എന്ത് ചെയ്തു, ഈ ഗ്രീവിയസ് ഹർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഗ്രീവിയസ് ഹർട്ട് ചെയ്തെങ്കിലും ഹർട്ട് സംഭവിക്കുക, ആ ഹർട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക്, ഒരാൾ പെർമനൻ്റ് ഡിസബിലിറ്റിയോ പെർമനൻ്റ് വെജിറ്റേറ്റീവ്, അതായത് ജീവശവമായി കിടക്കുക എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പണിഷ്മെൻ്റാണ് പറഞ്ഞത്. എത്രയാണ് പറയുന്നത്, റിഗ്രസ് ഇംപ്രിസൺമെൻ്റ് ആണ്. 10 കുറയാത്തതും 10 years കുറയാത്തതും എന്നാൽ അത് ലൈഫിലേക്ക് പോകാവുന്നതാണ്. അതായത് റിമൈൻഡർ ഓഫ് ദ ഒഫൻഡേഴ്സ് ലൈഫ് ഇൻ പ്രിസൺ ആകാവുന്നതാണ്. ഇതാണ് അതിൻ്റെ പണിഷ്മെൻറ്റ്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് 5 or more പേഴ്സൺസ് ഒരുമിച്ച് ചേർന്ന് ഗ്രീവിയസ് ഹർട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കൂട്ടം ആൾക്കാർ എന്താണ്, ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ഈ ഗ്രീവിയസ് ഹർട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 7 കുറയാത്തതും പ്ലസ് ഫൈൻ, എക്സ്റ്റെൻഡ് 7 വർഷം വരെയും ഫൈനും കിട്ടാവുന്നതാണ്. ഇനി അടുത്തതാണ് വോളണ്ടറിലി കോസിങ് ഹർട്ട് അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺ. സ്വമേധയാ വോളണ്ടറിലി ആയിട്ട് ഹർട്ടോ ഗ്രീവിയസ് ഹർട്ടോ നിങ്ങൾ എന്തുപയോഗിച്ചു, ഡേഞ്ചറസ് വെപ്പൺസ് ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കട്ടിങ്, സ്റ്റാബിങ്, ഏതെങ്കിലും ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ആ ഉപകരണങ്ങൾ ഈ ഒഫൻസീവായ ഡേഞ്ചറസ് വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന കൊലപാതകമോ ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഹ്യൂമൻ ബോഡി നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കഴിക്കുകയോ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും ശ്വസിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിക്ക് ഡേഞ്ചറസ് ആകുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ ബ്ലഡിൽ കലരുകയൊക്കെ ചെയ്യുക, ആ രീതിയിൽ ചെയ്യുകയൊക്കെ ചെയ്താലും ഇതിൻ്റെയൊക്കെ പണിഷ്മെൻറ്റ് ഇതെല്ലാം എന്താണ്, ഡേഞ്ചറസ് വെപ്പൺസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 3 വർഷം വരെയും അതുപോലെ തന്നെ ഫൈൻ എന്ന് പറയുന്നത് 20,000 rupees വരെയും ആകാവുന്ന, ഒന്നുകിൽ 3 വർഷം, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് 3 year ആണ് പറയുന്നത്, 3 year. ഇനി അതും 3 year, അതല്ലെങ്കിൽ എത്രയാണ് 25,000. ഇനി ഇതല്ലെങ്കിൽ ഇത് ഒരുമിച്ചും കൂടെ കിട്ടാവുന്നതാണ്. ഓക്കെ, വോളണ്ടറി കോസിങ് ഹർട്ട് ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഈ പറയുന്ന ഡേഞ്ചറസ് വെപ്പൺസ് അല്ലാതെയാണ് എങ്കിലുള്ള പണിഷ്മെൻ്റ് ആണ് പറയുന്നത് 1 year. അതുപോലെ തന്നെ എന്താണ് 1 year തുടങ്ങി 10 year വരെ പോകാവുന്നതും പ്ലസ് ഫൈനുമാണ് അല്ലാത്ത തരത്തിലുള്ളത് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് സെക്ഷൻ 107 തൊട്ട് 107 മുതൽ 109 വരെ 119 വരെയുള്ള പ്രൊവിഷൻസ് ആണ്. അതിനെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് നമുക്ക് നോക്കാം.